ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഈസ് മൈ മേല. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, ലൈക്ക് എൻ്റെ ഒരു മേക്കപ്പ് ബാഗ് ഓർഗനൈസിങ്. അപ്പോൾ അതിൽ ഞാൻ ക്യാപ്ഷൻ ഇട്ടായിരുന്നു, വെയിറ്റ് ഫോർ ദ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ഞാൻ നാട്ടിലാണുള്ളത്. ഞാൻ അവിടെ നിന്ന് നാട്ടിലോട്ട് വന്ന് എൻ്റെ അപ്പ വന്നിട്ടില്ല. ചെറുതും ഞാനും അമ്മയാണ് വന്നിട്ടല്ല. അപ്പം ഈ തേഴ്സ്ഡേ വരുന്നതായിരിക്കും. ലീവ് 2 വീക്ക് മാറ്റിയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇപ്പം നാട്ടിലെത്തി. ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ ഇപ്പം നാട്ടിലെത്തി. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ പിന്നെ ഞാൻ മില്ലിയാന്നല്ല വന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ ഇത് പപ്പയുടെ വീടാണിപ്പോൾ. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. ചെറിയൊരു പെരുന്നാളുണ്ടായിരുന്നു, ചെറിയ പെരുന്നാൾ. അതിനൊക്കെ പോയിട്ട് വന്ന ഡ്രസ്സ് പോലും ഒരിച്ചില്ല. കുറച്ച് നേരമായി വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വലിച്ചു വിട്ടത് പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം ടൂറാണ്. ഹോം ടൂർ എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഞാൻ. നമ്മുടെ കുവൈറ്റിലത്തെ ഹോം ടൂർ എടുത്തത്. അപ്പോൾ നമുക്കിനി നാട്ടിലത്തെ ഹോം ടൂറും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് പാർട്ട് ഇടാം. ചിലപ്പോൾ പാർട്ടായിട്ട് വരും, കാരണം എനിക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പാർട്ടായിട്ട് വരും. ഇപ്പോൾ ഞാൻ മേളിലാണ് നിൽക്കുന്നത്. മേളിൽ നിന്ന് ഇൻട്രോ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മേളിൽ നിന്ന് എടുക്കാം. നമുക്ക് മേളിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സൈഡിൽ നമുക്ക് ഇതൊരു കോർണറാണ്. കോർണറിൽ നിന്ന് തുടങ്ങാൻ പോവാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ് പറയുക, ഇവിടെ നടന്ന് പോകണം കേട്ടോ. ഇവിടെ നടന്ന് പോയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു ടേബിളുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബിക്കോസ് ഇതാണ് ടേബിളിൻ്റെ തേപ്പ് കൂട്ടിക്കാണ് നിങ്ങൾ കാണേണ്ട. ചുമ്മാ ഇവിടെ അയൺ ചെയ്യും കേട്ടോ. ഈ ടേബിൾ വെച്ചത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേപ്പ് കൂട്ടി. ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കുറേ ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെയറിനായിട്ട് ടേബിൾ കാണാമോ? ഞാൻ പിടിക്കുക ഗൈസ്. അത് ഓക്കെ. ഇതാണ് നമ്മുടെ ടേബിൾ. ഇവിടെ സ്വിച്ച് ഉണ്ട്. നമ്മുടെ ബാക്കി സ്വിച്ച് പോലെ, സാധാരണ സ്വിച്ച് പോലെ തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ പ്ലഗറുണ്ട്, തേപ്പൊട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ ടേബിളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ്. പിന്നെ നേരെ തിരിയുമ്പോൾ, ഇവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ബാത്റൂമുണ്ട്. ചുമ അടിച്ചു. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്റൂമാണ് ഇവിടെ. പിന്നെ ഇവിടെ എന്താ ഇവിടെ മൂത്രം ഒഴിച്ചാണ്. അപ്പോൾ അമ്മച്ചി ഇവിടെ തുണി ഇട്ടതാണ്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെയറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡ്രീം കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മേടിച്ചതാണ്. ഞാൻ പുറത്ത് പോയാണ്, അപ്പം മേടിച്ചതാണ്. ഓക്കെ. അപ്പോൾ പള്ളിയിൽ പോയപ്പോൾ മേടിച്ചതാണത്. അപ്പോൾ ആണ്ട് ഇവിടെ ഒരു ചെയറുണ്ട്. അതിന്മേൽ ഡ്രീം കേക്കുണ്ട്. ഓക്കെ. പിന്നെ അതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ സ്വിച്ച് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു കട്ടനും ഉണ്ട്. എന്നാൽ തുണി വെക്കണ ഒരു സാധനം പോലെ ഇല്ലേ, കയറ് കെട്ടിയിട്ടുണ്ട്. ആണ്ടെ ഈ കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്, തുണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആണ്ടെ ഇതാണ് അവിടെ വരെ ഇവിടെ വരെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അവിടെ വിൻഡോസാണ്. അപ്പോൾ അവിടെ കട്ടൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ തീരുമ്പോൾ ആണ്ടെ ഒരു ചെയർ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെയറുണ്ട്. ഈ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മേലെ വരുവാണെങ്കിൽ ഞാൻ ഇവിടെയാണ് പെട്ടെന്ന് ഇരിക്കുന്നത്. അവിടെ ഒരു ചെയറുണ്ട്, പക്ഷേ ഇവിടെ നല്ല പില്ലോ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണി പോലെന്ന് പറയാം. ബാൽക്കണി പോലെ ഇത് വേറെ ഒരു റൂമാണ് കേട്ടോ. മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അവിടെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് ബെഡാണ് കേട്ടോ. ബെഡിൽ കുറേ അലങ്കാരമായിട്ട് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കളർ ചോദിക്കുന്നത് ഗൈസ്. അമ്മ ചോദിക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ബെഡുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്. ഇവിടെ ആരുടെയോ പെട്ടി. ഇവിടെ ഞാനുണ്ട്, അപ്പയുണ്ട്, അപ്പയുടെ ചേട്ടനുണ്ട്, അപ്പയുടെ ചേച്ചിയുണ്ട്. ആരുടെ പെട്ടിയാണെന്ന് അറിയില്ല. ഇത് ആരുടെ പെട്ടിയുണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പെയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പെയിൻ്റ് അടിച്ചാണ് ഇവിടെ. കഴിഞ്ഞ വർഷം ഡിസ്പ്ലേ എങ്ങാണ്ട് പെയിൻ്റ് അടിച്ചു. അപ്പോൾ അതിൻ്റെ പെയിൻ്റാണിത്. പിന്നെ ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്തോ കവറും. പിന്നെ അവിടെ എന്തോ ചട്ടി ഉണ്ട് കേട്ടോ. അവിടെ പെയിൻ്റ് അടിച്ചേക്കുന്നത് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ വിൻഡോ ഉണ്ട്.
പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. ഈ കബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലാണ് അപ്പയുടെയും എല്ലാവരുടെയും ബുക്സൊക്കെ, നമ്മുടെ പഴയ മെമ്മറി ബുക്സൊക്കെ ഉള്ളത്. ഇത് നമ്മൾ നേരെ ഹാളിലോട്ട് വരും. ഹാൾ ഞാൻ നേരെ കാണിച്ചില്ലല്ലോ ഗൈസ്. ഉണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ ഹാൾ റൂം. ഇവിടെ കയറി കഴിയുമ്പോൾ തന്നെ ഒരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹാളാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ അവിടെ നേരെ പോകുമ്പോൾ സ്റ്റെപ്പാണുള്ളത്. ഇവിടെ അങ്ങനെ നേരെ പോകുമ്പോൾ സ്റ്റെപ്പുണ്ട്. താഴേക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കാണിച്ചതും റൂമാണ്, മറ്റേ ഹാളാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തായിട്ട് പോണത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി തുറക്കാൻ പറ്റാത്തതാണ്. മേളിൽ ലോക്കറ്റ് ഉണ്ട്. ഇവിടെ ബാൽക്കണിയാണ്. അതിൻ്റെ ഇപ്പറേ ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു തുണി വെക്കണ സ്റ്റാൻഡ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബെഡ് കാണാം. പിന്നെ ഒരു ഫാനുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു ജനൽ കർട്ടൻസ് പോലെ ഇത് ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ റൂമിൽ ബാൽക്കണി ഉണ്ട്. ഇവിടെ ഫുള്ള് ബാൽക്കണിയാണ്. മേലെ 3 ബാൽക്കണി ഉണ്ട് ടോട്ടലി. പിന്നെ ഇവിടെ കറങ്ങുന്ന ടേബിളുണ്ട്, സ്വിച്ച് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഏതോ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് അനിത ലൂക്കോസ്, ഇത് അമ്മയുടെ പേര് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ 2 ചെടിയുണ്ട്. ഈ റൂമിൽ ഇത്രയേ ഉള്ളു. അപ്പം ഇതാണ് നമ്മുടെ മേൽഭാഗം കേട്ടോ. അത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മേൽഭാഗം. അപ്പം അടുത്ത വീഡിയോയിൽ പാർട്ട് 1 ആണ്. പാർട്ട് 1 വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇവിടെ ആക്കട്ടെ. അത്രയുള്ള എന്ത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പറയണ്ടല്ലോ. അടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.